കപ്പൽ എന്താണ് മോഷ്ടിക്കുക. ഈ കാര്യം ഈ ജോൺ ന്യൂട്ടൺ എന്ന് പറഞ്ഞ കപ്പിത്താൻ അറിഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? പണ്ടായിരുന്നെങ്കിൽ ഒരു തോക്കെടുക്കും, രണ്ടിനെയും വെടിവെച്ച് കടലിൽ തള്ളുമായിരുന്നു. പക്ഷെ അന്ന് താൻ എപ്പോഴും ബൈബിൾ വായിക്കുന്നവനാണ്. ഇപ്പോൾ അവനെ ആർക്കും ഇഷ്ടമല്ല. എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവൻ പാപത്തിന്റെ ശങ്കലയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, മദ്യപാനമില്ല. അതുകൊണ്ട് മറ്റുള്ള കപ്പൽ ജോലിക്കാർക്ക് ഇവനോട് വെറുപ്പാണ്. എന്നാൽ അവൻ കപ്പിത്താനായതുകൊണ്ട് ആരും അവനെതിരെ മത്സരിക്കാൻ വരുമായിരുന്നില്ല. പക്ഷെ തനിക്കെതിരെ രണ്ടുപേര് അവനെ കൊല്ലുവാനായിട്ട് ഗൂഢാലോചന ചെയ്ത വിവരം പറഞ്ഞപ്പോഴേ ഈ ജോൺ ന്യൂട്ടൺ എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹം ഇത് ദൈവത്തിന്റെ മുമ്പിൽ വെച്ചു. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന് സമർപ്പിച്ചു. കർത്താവെ, ഈ പ്രവൃത്തി, ഈ ഗൂഢാലോചന തിരുക്കരങ്ങളിലേക്ക് തരികയാണ്, എന്നെ രക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, 3 ദിവസം കഴിഞ്ഞപ്പോൾ ഗൂഢാലോചന നടത്തിയിൽ ഒരുത്തൻ പനി പിടിച്ച് ചത്തുപോയി. മറ്റവൻ വിചാരിച്ചത് ദൈവകോപമാണെന്ന് പറഞ്ഞ് ഈ ജോൺ ന്യൂട്ടന്റെ കാൽക്കൽ വന്ന് ക്ഷമ പറയുവാനും ഇടയായി. നമുക്ക് പ്രിയപ്പെട്ടവരെ, ഈ ജോൺ ന്യൂട്ടന് അതിനുശേഷം ഒരു പാട്ട് എഴുതി, അമേസിംഗ് ഗ്രേസ്.